സൺഡേ ഈവനിങ് നമ്മൾ അതിരമ്പുഴ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അതേ സംസാരിക്കുമ്പം നല്ല പാടുണ്ട്, തൊണ്ട ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുകയാണേ. അപ്പോൾ വീട്ടിൽ ചെന്ന് കുറച്ച് നേരം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ കണ്ണ് മുഴുവൻ വെളിയിലേക്കായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബൊഗെയിൻവില്ല മുഴുവനും പൂത്തിട്ടുണ്ടേ. അമ്മയ്ക്കൊരു 4 കളറോളം ഉണ്ട്. അതെല്ലാം ഇങ്ങനെ നിറച്ച് പൂ കുത്തി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും കണ്ണ് ഇങ്ങോട്ടായിരുന്നു. ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ തന്നെ 2 ഇതുണ്ട് കേട്ടോ. ഡാർക്ക് കളറായിട്ടുള്ളതും കുറച്ച് ലൈറ്റ് ഇതായിട്ട് വരുന്നതും, പിന്നെ ഒരു യെല്ലോ ഉണ്ട്, ഒരു ഇഷ്ടികയുടെയൊക്കെ ആ ഒരു കളറ് വരുന്ന, അങ്ങനെ നല്ല രസമാട്ടോ. ഇങ്ങനെ കുത്തി ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്. ഈ ഒരു ടൈമാണല്ലോ ഈ ബൊഗെയിൻവില്ല നന്നായിട്ട് പൂക്കുന്ന ഒരിത്. എത്ര വീഡിയോ എടുത്തിട്ട് നമുക്ക് മതിയാവുന്നില്ല കേട്ടോ. അതുപോലെ നല്ല രസത്തിൽ നിൽക്കുമായിരുന്നു. നമ്മുടെ അപ്പുറം ഇപ്പുറം വീടുകളിലൊക്കെ ബൊഗെയിൻവില്ല പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഇതല്ലേ ബൊഗെയിൻവില്ല. അമ്മ ഇതിന് വളമെന്ന് പറഞ്ഞ് ചെയ്തത് തേയിലമട്ടിടും, പിന്നെ മുട്ടത്തോടൊക്കെ പൊട്ടിച്ചിടുമായിരുന്നു. അങ്ങനെ ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതേ നമ്മൾ നിത്യവഴുതനയൊക്കെ കയറിയതൊക്കെ കാണിച്ചായിരുന്നല്ലോ, അതിലിപ്പോൾ കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ കപ്പയും കൂടെയൊക്കെ ഇങ്ങനെ ചാക്കിനകത്തൊക്കെ കരിയിലയും മണ്ണുമൊക്കെ നിറച്ച് കപ്പ നട്ടിട്ടുണ്ട്. ഈ എപ്പീഷ്യ പ്ലാന്റ് അമ്മ അത് നല്ല രസമാണെന്ന് പറഞ്ഞ് നിർത്തിയേക്കോട്ടെ. അത് കുറച്ച് കളയണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കയറിയിരുന്നാൽ അറിയാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇത് കളയണമെന്നൊക്കെ. അപ്പം അവന് എന്തോ ഒരു ഭംഗി തോന്നിയതുകൊണ്ട് ഇങ്ങനെ നിർത്തിയതാണെന്ന് പറഞ്ഞു. ബാക്കി ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തപ്പോഴും ഞാൻ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു കേട്ടോ. നല്ല കണ്ണിന് നല്ല രസമല്ലേ, നല്ല കളർഫുള്ളായിട്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ താഴെ ഭാഗത്ത് മുഴുവനും നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ. പല കളറുണ്ട്. അതിങ്ങനെ അങ്ങ് അറ്റം വരെ ഏകദേശം വെച്ചിട്ടുണ്ട്. ഒരുപാട് കളറുണ്ട് കേട്ടോ, വൈറ്റും അങ്ങനെ കുറേ കളറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് പോയപ്പം കലാഞ്ചിയയിൽ മുട്ടയ്ക്ക ഉണ്ടായിരുന്നു, പൂ അങ്ങനെ ആയിട്ടില്ലായിരുന്നു. ഇപ്പം അത് വിടർന്നിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈയും വെക്കാം, ഇതിൻ്റെ കമ്പൊടിച്ചും വെക്കാമല്ലോ. അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഏറ്റുമാനൂർ നമ്മുടെ ഗാർഡനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഞ്ഞ ജമന്തി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പം ഞാൻ കൊണ്ടുവന്നില്ല, അതിൻ്റെ വേറെ തൈയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.